ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. 49 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രചാരണത്തിന് ദേശീയ നേതാക്കൾ നേതൃത്വം നൽകി. അതേസമയം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമാക്കി BJP പ്രചാരണം നടത്തിയപ്പോൾ BJP വിരുദ്ധ പ്രചാരണത്തിനാണ് ഇന്ത്യ മുന്നണി നേതൃത്വം നൽകിയത്. മെയ് 20 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5ാം ഘട്ട വോട്ടെടുപ്പിനായുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഒഡീഷയിലെ 35 നിയമസഭാ സീറ്റുകളിലേക്കും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കും. UPയിലാണ് 5ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പോളിംഗിനെത്തുക. ബീഹാറിൽ 5ഉം മഹാരാഷ്ട്രയിൽ 13ഉം ഉത്തർപ്രദേശിൽ 14ഉം പശ്ചിമ ബംഗാളിൽ 7 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ജമ്മു കാശ്മീരും ലഡാക്കും ഓരോ മണ്ഡലങ്ങളിലേക്ക് ജനവിധി തേടും. ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. 695 സ്ഥാനാർത്ഥികളാണ് 5ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഏറെ ചർച്ചയായ അമേഠിയിലും റായ്ബറേലിയിലും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. അതേസമയം മുന്നണികൾ ഇന്ന് വോട്ടർമാരെ നേരിട്ട് കണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അമേഠിയിലെ പ്രചാരണ റാലിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും പ്രചാരണം നടത്തി. ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിലാണ് രാഹുൽ ഗാന്ധി പ്രചരണത്തിനിറങ്ങിയത്. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ട് ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിക്കാനും വർഗീയ പരാമർശങ്ങളും പൗരത്വ നിയമ ഭേദഗതിയും സജീവമാക്കുകയാണ് നരേന്ദ്രമോദിയും BJP നേതാക്കളും. അതേസമയം 5ാം ഘട്ടത്തിൽ BJP ഏറ്റവും അധികം നേട്ടം പ്രതീക്ഷിക്കുന്ന UP, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ശക്തമായ പ്രചരണ പരിപാടികളാണ് ഇന്ത്യ മുന്നണി സംഘടിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.